കേശു കേശു ശിവ എന്താ? ഞാൻ ശിവാനിയെ കാണാൻ വേണ്ടി വന്നതാ. ശിവാനി ഇവിടെ ഇല്ല. ശിവാനി ഉണ്ടെന്ന് എനിക്ക് അറിയാം. ശിവാനി ഉണ്ട്, പക്ഷെ കാണാൻ പറ്റൂല. കേശു, എനിക്കറിയാം ഞാൻ നിങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇല്ലടാ, അത് നിന്റെ വേറൊരു തെറ്റിദ്ധാരണയാണ്. എന്റെ പൊന്നുമോൻ, നമുക്കൊരു ബുദ്ധിമുട്ടേ ഇല്ല. നീ നമുക്കൊരു ശല്യമാണ്, ശല്യം. അതും എനിക്കറിയാം. ആ ഷിബുറോക്സ്, നീ വന്നാ? ആ വന്നു. ഇതെന്റെ അവസാനത്തെ വരവാ, ഇനി വരവുണ്ടാവില്ല. അതെന്താടാ, നീ നാട് വിട്ടു പോവാ? അതെ, നാട് വിട്ടു പോവാ. എനിക്ക് ശിവാനിയെ ഒന്ന് കാണണം. കാണാൻ പറ്റൂലെന്ന് പറഞ്ഞാ പൊന്നു പോലെ നടക്കൂല അല്ലേ? ഇവൻ പറഞ്ഞ ഒട്ടും നടക്കില്ല. എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കണ്ടായിരുന്നു, അതുകൊണ്ടാ. ഹായ്. ഹായ് ഷിബുറോക്സ്. ഹായ്. ഇതാ മിഠായി. താങ്ക് യു. ഓക്കെ, ഇനി ചിലപ്പോൾ മിഠായി തരാൻ പറ്റില്ലെങ്കിൽ എനിക്ക്. ഇന്ന് എന്ത് പരിപാടിയായിട്ട് ഇറങ്ങിയേക്കുന്നത്? കിഡ്നാപ്പിംഗ് ആണോ അത് അടിച്ചു മാറ്റുന്ന പരിപാടിയാണോ? അല്ല, ഞാൻ നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. കണ്ടില്ലേ, ഇനി പോക്കോ. അതെ, പോണം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇങ്ങോട്ടാ പോന്നേ? എല്ലാ ജയിലിലോട്ട് വരി. അതിലെനിക്ക് കേസൊന്നുമില്ല, അതുകൊണ്ട് ജയിലിലോട്ട് പോകേണ്ട കാര്യമില്ല. അളിയാ, അവൻ എന്തോ സീരിയസ് ആയിട്ട് പറയാൻ വന്നാണെന്ന് തോന്നുന്നു. അവൻ പറയട്ടാ. പറയട്ടെ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യണില്ല, നീ പറയടാ. എനിക്കറിയാം നിങ്ങളൊക്കെ എന്നെ കളിയാക്കത്തുള്ളൂ. നമ്മളാരും കളിയാക്കിയില്ലല്ലോ. ചുമ്മാ സെന്റ് ഇറക്കാണ്ട് കാര്യം പറഞ്ഞ റോക്സേ. ശിവാനി, ഞാൻ ഇവിടെ വിട്ട് പോവാ. എങ്ങോട്ട്? അല്ല, അപ്പൊ മൊബൈൽ ഷോപ്പ് എന്നോടല്ലേ പറയണേ? അപ്പൊ ഞാൻ ചോദിക്കാം, അപ്പൊ മൊബൈൽ ഷോപ്പ്? മൊബൈൽ ഷോപ്പ് ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഏൽപ്പിച്ചു. പിന്നെ മാസം അമ്മയ്ക്കുള്ള ചെലവ് എൻ്റെ കൂട്ടുകാരൻ കൊടുത്തോളൂ. ഞാൻ പോയാലും അവർക്കൊക്കെ ജീവിക്കണ്ടേ. റോക്സ് സീരിയസ് ആയിട്ടാണോ? അതെ, സീരിയസ് ആയിട്ടാ. അല്ല, പോയിട്ട് എന്ത് ചെയ്യും? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. നീ തീരുമാനിക്കണം. തങ്കക്കൂടം പോവാണോടാ? നീ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യൂടാ? നീ പറ, നീ എങ്ങോട്ടാ പോണേ? പറയടാ. ഞാൻ നീ പോവാണോ? ഞാൻ പോവാണ്. ഇണങ്ങി പോടാ. പോടാടാ. ഇവിടെ കോർണത്തെ എങ്ങോട്ടാന്ന് വെച്ചാ നീ പോയതൊക്കെ നീ എന്താ ഇവിടെ വന്ന് പറയണേ? നമുക്കൊന്ന് തൊഴിലും കിട്ടും. നീ എങ്ങോട്ടാന്ന് വെച്ചപ്പോ പോകോ? ശരിടാ, പോക്കോ. ശരി. ഷിബു, നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ ഇതൊക്കെ? അതെ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എൻ്റെ കണ്ണുകളിൽ ജീവനുള്ള കാലം വരെ ഈ പാറമട വീട്ടിലോ ശിവാനിയുടെ പുറകിലോ ഇനി ഞാൻ വരില്ല. പിന്നെ ഞാൻ പോയാലും നിങ്ങളാരും ഓർക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ മനസ്സിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും. അപ്പൊ ശരി, പോട്ടെ. അല്ല, എങ്ങോട്ടാ പോകുന്നേന്ന് പറഞ്ഞില്ല. ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഈ നാട് വിട്ട് വേറെ ഏതെങ്കിലും നാട്ടിലോട്ട് പോകണം. പൊക്കോട്ടെ. ഇനി കാണാൻ പറ്റുമെന്ന് അറിയില്ല. ശരി. ഒന്നുമില്ല. മിഠായി കഴിക്കാം. അങ്ങനെ ഒരു ശല്യം തീർന്നിട്ട് അല്ലേ? അളിയോ, വേറൊരു പരിപാടി ഉണ്ട് കേട്ടാ. എന്താടാ? കണ്ട് ഇത് വേണോടാ? എടാ, ഇതെങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞാ നീ വേണം ഇതിന്റെ മൊത്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ഉത്തരവാദിത്തം രണ്ടുപേരും കൂടെ ഏറ്റെടുക്കും. ഞാൻ മാത്രമായിട്ട് എടുക്കേണ്ട കാര്യം? ഐഡിയ നിന്റെ അല്ലേ? ഐഡിയ എന്റെ ആയിരിക്കും, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആരൊക്കെയാ? രണ്ടുപേരും കൂടെ ആണേ. രണ്ടുപേരും ഏറ്റെടുക്കണം ഉത്തരവാദിത്തം. എന്നാലും ഒരു അളിയൻ തന്നെയല്ലേ പറഞ്ഞത് ഈ കാര്യം ഞാൻ പറഞ്ഞ ചേച്ചിയെ പറ്റിക്കണോന്ന്? അതെ. അളിയൊരു കാര്യം ചെയ്യും. അളിയ ഇനി പരിപാടി കണ്ടിന്യൂ ചെയ്തോ. ഞാൻ അപ്പുറത്ത് പോയിരിക്കാം. ചേച്ചി വരുമ്പോ ഞാൻ വരാം. ഓക്കെ. അളിയ ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. വരുമ്പോഴേക്കും ഞാനത് പിടിച്ചോളാം. ഓക്കെ.
ലച്ചൂസ് ഞാനതൊന്ന് പാക്ക് ചെയ്യട്ടെ നിനക്ക്. പാക്ക് ചെയ്തിട്ട് എങ്ങോട്ടാ പോന്നേന്നൊന്ന് പറഞ്ഞൂടെ? ഓ, കുഴിപ്പള്ളത്തേക്കായിരിക്കും അല്ലേ? അളിയാ എവിടെ പോണ അളിയാ? ബാഗ് പാക്ക് ചെയ്ത് എവിടെ പോണ ചേച്ചി? ആ, എനിക്കറിയാൻ പാടില്ല, നീ എന്നെ ചോദിക്കും. അളിയാ ചേച്ചിയായിട്ട് വഴക്കുണ്ടാക്കി പോവാണോ? ആടാ, ചേച്ചിയുടെ ഫുൾ ടൈം വഴക്കാണല്ലോ. ഞാൻ തോന്നുന്നു വഴക്കുണ്ടാക്കുന്ന മിഷീനാ. അല്ല, ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അല്ല, എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആ, സംഭവിച്ചു. എങ്ങനെ സംഭവിക്കില്ലെന്ന്? അല്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഹായ് പെട്ടി, അളെ എവിടെ പോവാ? അളിയൻ ചേച്ചിയായിട്ട് വഴക്കിട്ടാ? ആ, വഴക്കിട്ട്. നീ എങ്ങോട്ടാന്ന് വെച്ചപ്പോ പോയിട്ട് അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചാ മതി. ലച്ചൂസെ, കമ്പനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്റെ അടുത്ത് ഇമ്മീഡിയറ്റ് റീജോയിൻ ചെയ്യാനാ പറയുന്നത്. ടിക്കറ്റ് അയച്ചു തന്നു. ഞാൻ നാളെ റിട്ടേൺ ദുബായിക്ക് പോകും. ചേച്ചി, എന്റെ അളിയന് വിഷമാവും കേട്ടോ, പറയാണ്ടിരുന്നേ. ലച്ചൂസെ, നീ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേട്ടല്ലേ പറ്റത്തുള്ളൂ. അതെങ്ങനെ ശരിയാവും? അങ്ങനെ പെട്ടെന്ന് ചെല്ലാനൊക്കെ പറഞ്ഞാ ഞാൻ സമ്മതിക്കൂല. ചേച്ചി, അളിയനിപ്പൊ പോയില്ലെങ്കിൽ ചിലപ്പോ അളിയന്റെ ജോലി വരെ പോവും അല്ലേ അളിയാ? ആ, ജോലി പോയിക്കോട്ടെ. സിധു, നമുക്ക് ഇവിടെ ജീവിക്കാം. ഇവിടെ എങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കും. അതിനെനിക്ക് കൃഷി അറിയത്തില്ലല്ലോ. അയ്യോ, ലച്ചു എന്തിനാ കരയുന്നേ? അളിയൻ പോണെന്ന്. എവിടെ പോന്നു? തിരിച്ച് ഗൾഫിൽ പോണം. അയ്യോ, അയ്യോ, പതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ചെന്നില്ലെങ്കിൽ അളിയന്റെ ജോലി പോവും. നാളെ തന്നെ പോണെന്നൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അയ്യോ, ജോലി പോകി മക്കള് പോണം, ജോലികളല്ലേ. സിധു, அப்படின்னா நீ இன்னைக்கே கிளம்பி போய்க்கோ. നാളെയാണ് ഫ്ലൈറ്റ്, ഇന്ന് പോവാൻ പറ്റൂല കനയാൻറ്റി. ഇന്ന് ഷിബു റോക്സ് പോയി, ഇന്ന് അളിയനും പോകും. എന്നാ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നീ അവരെ വിളിച്ചിട്ട് മെഡിക്കൽ ലീവ് പറ. ഒരാഴ്ച കൂടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ. ലച്ചു, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലി പോകും. അയ്യോ, കഷ്ടം, പാവം, വിഷമിച്ചാ പോയത്. അളിയൻ പോയി കഴിയുമ്പോ മാറിക്കോളൂ. അളിയൻ പോയി 2 ദിവസം കഴിയുമ്പോ വിഷമം മാറുമെന്ന്. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ചെന്ന് ലച്ചേച്ച സമാധാനിപ്പിക്കുക. ശിവ ചെല്ല്, അമ്മൂമ്മ ചെല്ലമ്മ, അണയാൻറ്റി പാറു ചെല്ല്. ചേച്ചി, சித்து, நாளைக்கு நீ போகும்போது உனக்கு எலுமிச்சை சாதம், தயிர் சாதம், பொங்கல், அச்சாறு என்ன வேணுமோ சொல்லு, எல்லாமே நான் செஞ்சு கொடுக்குறேன். വാഴക്ക ചിപ്സും ചക്ക ചിപ്സും 1 കിലോ വെച്ച്. அது கூட செய்யலாமே. டெய்லி ஒன்று செய்யடா. அந்த கடையில போய் காயை வாங்கிட்டு வா, சக்கையும் வாங்கிட்டு வா. அதெல்லாம் நான் இன்னைக்கே பொறிச்சு விடுறேன். അമ്മൂമ്മ അടുത്തുനിന്ന് കാശ് മേടിച്ച് തന്നാൽ മതി. காசு வாங்கி கொடுக்குறேன். സക്സസ് ആയി. പക്ഷേ എടാ, അവള് വിഷമിച്ചു പോയപ്പോ എനിക്ക് എന്തോ പോലെ. നമുക്ക് സത്യം തുറന്നു പറയാം. പാവോടാ. കുറച്ച് കഴിഞ്ഞിട്ട് പറയാളിയാ. അളിയല്ലേ പറഞ്ഞത് അളിയൻ ലച്ചേച്ചിയെ പറ്റിക്കണു. പിന്നെന്തിനാണ് ഇപ്പൊ പെട്ടെന്ന്? പറ്റിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം. വാടാ, സത്യം തുറന്നു പറയാം. എന്നാ വാ. അളിയ
ജോഷു ഇതെന്താ സംഭവിച്ചേ? അളിയാ അവൻ പോയളിയാ, നമ്മളൊക്കെ ഇട്ട് വേറെ ലോകത്തോട്ട് പോയളിയാ. എടാ എന്തുവാ സംഭവിച്ചേ? നാട് വിടുവാന്ന് പറഞ്ഞ് ഷോപ്പിൽ നിന്ന് പോയതാ. ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. കേശു അവന് കാണാം.